എനിക്കൊരു ആഗ്രഹം എന്താണെന്ന് പറഞ്ഞാൽ എന്റെ അമ്മന്റെ വീട് കൊണ്ട് ഇങ്ങനെ കൊയിഞ്ഞാമ്പ്ര സമയത്ത് അവിടെ ഒരു പള്ളിയുണ്ട്. അതായത് പറഞ്ഞാൽ ഇപ്പൊ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു എന്താ പറയാ ഒരു മറ്റേ ബിരിയാണി സ്പോട്ട് ഉണ്ട്. ആ ബിരിയാണി സ്പോട്ടിന്റെ തൊട്ടപ്പുറത്തുള്ള ഇതിലായിരുന്നു എന്റെ അമ്മന്റെ വീട് കൊണ്ട് എന്താണ് 10ാം നമ്പർ വീടിന്റെ തൊട്ടപ്പുറത്തായിരുന്നു ഞങ്ങളുടെ ഇത് വീടുള്ളത്, അമ്മന്റെ വീടുള്ളത്. അപ്പൊ അതുകൊണ്ട് എല്ലാം വിറ്റു, അതെല്ലാം പോയിരുന്നതാണ്. അവിടെ ഒരു തൊട്ട ഓപ്പറത്തന്നായിട്ട് ഒരു പള്ളിയുണ്ട്. പള്ളിയിൽ നിന്ന് ഒരു പള്ളിക്കഞ്ഞി കിട്ടും. അത് ഭയങ്കര ടേസ്റ്റാണ്. എന്റെ റെസിപ്പിയാണ് ഞാനിപ്പോ ഉണ്ടാക്കാൻ പോണത്. അത് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതുകൊണ്ട്. എങ്ങനെയാവും അറിയില്ല, ചുമ്മാ ഒരു ട്രൈ ആണ്. നമുക്ക് നോക്കാം. കുറച്ചുകൂടി കൂടി ചൂട് ഒഴിക്കാം. ഇതിലിപ്പോ ഇതിലിപ്പോ ആകെ വേണ്ടത് മറ്റേ റെസിപ്പി എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് പറഞ്ഞാൽ അങ്ങനെ എടുത്തോളൂ. മെയിനായിട്ട് വേണ്ട പറഞ്ഞാൽ നമുക്ക് ഉള്ളി വേണം. ഉള്ളി കൊണ്ട് നമ്മൾ സാധാരണ അരിഞ്ഞ പോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട്, തക്കാളി വേണം. പിന്നെ വന്നിട്ട് ഇത് എന്താ ചിക്കൻ വെച്ചതാണോ? ഇത് ചിക്കൻ വെച്ചത്. ചിക്കൻ വെച്ച്. ആ ശരി. അപ്പൊ ഇതിലേതിട്ട് ഇതിൽ വെച്ചത്? അതെടുക്കാം. ആ ശരി. ഇതിപ്പോ നമുക്ക് ഇതിൽ വേണ്ട റെസിപ്പി ഉണ്ട്. നമ്മ എണ്ണ ഒഴിച്ചിട്ട് മറ്റേ ചൂടാൻ വേണ്ടി നമ്മൾ നിൽക്കണേ. അതുകൊണ്ട് നമ്മൾ ഉള്ളി നൈസായിട്ട് അരിഞ്ഞത്, തക്കാളി നെയ്യാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. അത് എന്തിനാണ് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു മണത്തിനും ഒരു ടേസ്റ്റും മാറാൻ വേണ്ടിയിട്ടാണ് ഒഴിക്കുന്നത്. നമുക്കൊരു നെയ്യ് കൊണ്ട് സകല നമ്മൾ ഒഴിക്കേണ്ടത്. ചേച്ചി എത്ര ഒഴിക്കണം? കുറച്ചായിട്ട് ഒഴിക്കാം അല്ലേ? സംഭവം കൊണ്ട് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിൽ ഒഴിക്കണം. സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് ഇതിന്റെ ഇതൊന്നും അറിയില്ല. ചേച്ചിക്ക് വീഡിയോയില് വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് എന്റെ അടുത്ത് എടുക്കാൻ വേണ്ടി പറയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ചേച്ചിയാണ് ഇതിന്റെ കുക്കിംഗ് മാസ്റ്റർ. ഇത്ര മതിയോ? കിട്ടുന്ന ഒരു ഇതാണ് പള്ളിക്കഞ്ഞി. ഞാനും ഒരുപാട് ചെറുപ്പകാലത്ത് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇടാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചമുളക് കീറിയില്ലേ, അങ്ങനെ ഇടണം. പച്ചമുളക് നമുക്ക് കീറാൻ പാടില്ല. ഇനിയിപ്പോ പറയുമ്പോൾ പച്ചമുളക് കീറിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയല്ല ഇടണ്ട്. നമ്മളെ കൊണ്ട് അറിയുന്ന രീതിയിൽ നമ്മൾ ഇടുകയാണ്. നമ്മൾ വലുതായിട്ടുള്ള കുക്കിങ്ങും അല്ല, ഇതൊന്നുമല്ല. പട്ടഗ്രാമ്പ് ഇട്ടിട്ടുണ്ട്. പട്ടഗ്രാമ്പ്, ഏലക്കായി. ഇതിനെന്താ പേര് പറയും? ഇതിന് പട്ട ഇതിനെന്തൊരു പേര് ഉണ്ട്. ഗ്രാമ്പൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഓ വാവ്. അവിടെ എടുത്തേ നമ്മുടെ ഉള്ളി ഇടുക. എന്താടാ ഉള്ളി ഇടുക? തക്കാളി ഇപ്പൊ ഇടണ്ട. നമ്മ സാധാരണ എന്താടാ ഇടണ? നീ വരുന്ന ലേശം കൊണ്ട് നമുക്ക് ഉപ്പിടുക. ഉപ്പ് എന്തിനാ നമ്മൾ ഇടുന്ന പറഞ്ഞാൽ കുറച്ച് മറ്റേ വണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പിടുന്നത്. അതായത് സവാള കൊണ്ട് പെട്ടെന്ന് വണങ്ങാൻ വേണ്ടിയിട്ട്. ഇല്ല പറഞ്ഞാൽ നമുക്ക് എണ്ണ പോകും. ഇതിപ്പോ നമുക്ക് സവാള വന്നിട്ട് നല്ലപോലെ മറ്റേ വണങ്ങിയിട്ടുണ്ട്. കറണ്ട് ഇങ്ങനെ കട്ടായി പോകും. അതെന്ന് പറഞ്ഞാൽ ട്യൂബിന്റെ ഒരു ലൂസ് കണക്ഷൻ ആയതുകൊണ്ടാണ് കറണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നത്. ഇനിയിപ്പോ കൊണ്ട് തക്കാളി ഇങ്ങനെ ചെറുതായിട്ട് ഇറങ്ങുന്നുണ്ട്. തക്കാളി കൊണ്ട് കൂടുതൽ ഇടാൻ പാടില്ല. നമുക്ക് ഒരു അത്യാവശ്യത്തിന് വേണ്ടി ഇടുന്നത്. അതെന്തുകൊണ്ടാണ് പറഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് അങ്ങനെ വരുമ്പോഴാണ് വരുന്നത്. എല്ലാവർക്കും അവരിൻ്റെവരായിട്ടുള്ള മറ്റേ റെസിപ്പി ഉണ്ടാവും. നമുക്ക് അറിയുന്ന റെസിപ്പിയാണ് നമ്മൾ ഇതാക്കുന്നത്. തക്കാളി കുറച്ചും കൂടി നല്ലപോലെ ഇതേപോലെ വണങ്ങാൻ നമ്മൾ ഇടുന്നത്. ഇത് ഞാനല്ല വെക്കുന്നത്, അമ്മയും ചേച്ചിയും കൂടിയിട്ട് ഉള്ള സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞാൻ വെക്കുന്നത്. അവർക്ക് വീഡിയോ വരാൻ താല്പര്യമില്ല. എന്റെ തൊട്ട് പുറകിൽ നിൽക്കുകയാണ് അവര്. അതിന്റെ കൂടെ നീ ഉണ്ടാ ഇല്ലേ? അപ്പൊ ചേച്ചിയാണ് വരേണ്ട പോകുന്നത്. ഇപ്പൊ നമ്മളിപ്പോ തക്കാളി എല്ലാം ആയിട്ടുണ്ട്. നമുക്കൊരു ഇഞ്ചി
ഇഞ്ചി വെളുത്തുള്ളി എല്ലാം പേസ്റ്റും കൂടി നമ്മൾ ചതച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളോട് കടയിൽ നിന്ന് വാങ്ങില്ല മറ്റേ ജിഞ്ചർ പേസ്റ്റ് അങ്ങനെ എന്തൊക്കെ പറയില്ലേ, അത് വാങ്ങാൻ നമ്മൾ നാടനായിട്ട് അരച്ച് വരുന്നതാണ് നമുക്ക് വേഗം വേണ്ടത്. കുറച്ചിട്ടാൽ മതി. അതായത് ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇത്തിരി ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് അത് വെച്ചാണ്. അത് അത് ഇട്ടിട്ട് നല്ലപോലെ ഈ പച്ചമണം മാറുന്ന വരെ നമുക്ക് മാക്സിമം ഇളക്കുക. അപ്പൊ ഒരു മണം വരും. ആ ഒരു മണത്തിൽ നമ്മൾ വീഴും. കുറച്ചു നേരം ഈ എന്താ പറയുക ഇഞ്ചി പേസ്റ്റിന്റെ മറ്റേ പച്ചമണം മാറുന്ന വരെ നമുക്ക് മാക്സിമം വരെ ഇളക്കി കൊടുക്കാം. സ്റ്റൗ വെക്കേണ്ടത് നമുക്ക് സ്ലോവിലാണ് വെക്കേണ്ടത് മാക്സിമം. അത് എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മറ്റേ പുതിന ഇലയുണ്ട്. ഇതാണ് നമ്മുടെ പള്ളിക്കഞ്ഞിക്ക് ഏറ്റവും മനോഹരമായി തോന്നുന്ന സംഭവം. ഉം. ഇത് എത്ര ഇടണം? അത് ഫുള്ള് ഇട്ടോ. ഫുള്ള് ഇടണോ? ഫുള്ള് കൊണ്ടുവന്നോ? ഏ ഇത് ഫുള്ള് ഇടണോ? ആ അരിയല്ല മറ്റേ ഇല ആ ആ ഫുള്ള് ഇടണോ? അല്ല പുതിന ഇല ആന്ന് പുതിന ഇല കൊണ്ട് ഫുള്ളായി ഇടാൻ കൊണ്ട് പറയണത് എന്താന്ന് എനിക്കറിയില്ല. ഫുള്ളായി ഇടാൻ പോകുന്നത് മല്ലിയിലയുണ്ട്. കൂടെ കൊണ്ട് സോറി മല്ലിത്ത മറ്റേ മല്ലി ഇലയും മറ്റേ പുതിന ഇലയും കൂടിയിട്ട് നമ്മൾ ഇടാൻ പോവാണ്. എനിക്കറിയില്ല, ചിലപ്പോ ഇതുകൊണ്ടായിരിക്കും നമ്മുടെ പള്ളിക്കഞ്ഞിക്ക് ടേസ്റ്റ് കിട്ടുന്നുള്ള രഹസ്യമായിരിക്കും എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി ബാക്കി ബാലൻസ് ഉണ്ട്. ഞാൻ പൊതുവെ കൊണ്ട് യൂട്യൂബിൽ ഇങ്ങനെ കണ്ടിട്ടില്ല, ആരും പള്ളിക്കഞ്ഞി വെക്കുന്നത് കണ്ടിട്ടില്ല. ഇനിയിപ്പോ പുതിയതായിട്ട് ഞാൻ തുടങ്ങിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബർ എന്തെങ്കിലും ഒന്ന് ചെയ്യിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ട് ആലോചിച്ചു എന്തിനാണ് ഇത്ര ഇല എന്തിനാ ഇടുന്നുകൊണ്ട് ചോദിച്ചു. ഇട്ട സമയത്ത് മൊത്തം ചുരുങ്ങിപ്പോയതുകൊണ്ട് അതിന് മണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര പുതിന ഇല എന്നുള്ളത്. മിക്സിംഗ് ഇല എല്ലാം എന്റെ ഓക്കെ ഉണ്ട്. ഇനിയിപ്പോ നമുക്ക് അടുത്തിടാനുള്ളത് എന്താ കുറച്ചും കൂടി ഗ്യാസ് നമ്മ സാധനം വയ്ക്കണം. ആ മറ്റേ പള്ളിക്കഞ്ഞി കിട്ടുന്നത് പറഞ്ഞാൽ പച്ചരിയിലും വെക്കാം, നമുക്ക് ബിരിയാണി അരിയിലും വെക്കാം. നമുക്ക് ഇവിടെ ഉള്ള പറഞ്ഞാൽ റേഷൻ കടയിൽ കിട്ടുന്നത് കൊണ്ടാണ് പച്ചരിയിൽ നമ്മൾ വെക്കുന്നത്. ദാരിദ്ര്യം കൊണ്ട് പറയില്ല, പച്ചരി വെക്കുന്നത് നമ്മളെ കൊണ്ട് ഉള്ളതുപോലെ പറയണം, അത്രേ ഉള്ളൂ. പച്ചരിയിലാണ് നമ്മൾ വെക്കുന്നത്. പച്ചരി പറഞ്ഞാൽ എത്ര ഗ്ലാസ് ഇട്ടുണ്ട്? 2 ഗ്ലാസാ. ഇത് രണ്ടല്ലല്ലോ ഇത്. ഇതില് അരി എത്ര ഇട്ടുണ്ട്? 2 നാഴി. 2 നായി. 2 നായി 2 നായി 2 നാഴി. 3 നായി. 3 നായല്ല, ഇത് പാലക്കാട് 10 ഇത് 10 2 അവളും കളി ചോദിച്ചു എത്ര ഇട്ടുണ്ടാ? 3 അച്ഛമ്മ പറഞ്ഞത് 2 നായി എന്നാ പറഞ്ഞത്. 2 നായല്ല, 2 എങ്ങോട്ട് കളി 3 ഇതാ 2 നായി ഇട്ടുണ്ട്. 2 നായി പറയുന്നത് നായല്ല, എനിക്ക് പറയാൻ കേട്ടതുകൊണ്ടാണ് നായി. ഇനിയിപ്പോ പറഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു കമന്റ് അടിക്കാൻ വയ്യ എനിക്ക്. 2 ഗ്ലാസ് നമ്മിട്ടുണ്ട്. 2 ഗ്ലാസ് പറയുന്നത് നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ് അല്ല, അതിനെക്കൊണ്ട് കുറച്ചും കൂടി വലിയായത് കൊണ്ടാണ് ഈ പാലക്കാട് ഭാഷയിൽ അങ്ങനെ ഇത് പറയുന്നത്. നിങ്ങളുടെ എന്തൊക്കെയാണെന്ന് പറയുന്നത് എനിക്കറിയില്ല. അതിട്ടുണ്ട്. അതുകൊണ്ടുള്ള ആ 2 കപ്പ് ഒഴിച്ചാൽ മതി. ഇതാണ് 2.5 കപ്പ് വെള്ളം. 2 കപ്പ് വെള്ളം. 2 കപ്പ് വെള്ളമാണ് നമ്മളിപ്പോ മാക്സിമം ഇതിനോട്ട് മണങ്ങി വരുന്ന സമയത്ത് 1 കപ്പല്ലേ ഉള്ളൂ. അത് ഒഴിക്കട്ടെ. ഇതാണ് വെള്ളം നമ്മൾ ഒഴിക്കുന്നത്. ചേച്ചി നമ്മൾ ഉപ്പിട്ടില്ല തോന്നണോ? വെള്ളം ഒഴിച്ചിട്ട് അല്ല ഇതിലിപ്പോ ചുവപ്പ് കളർ വരാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇനി 1 കപ്പും കൂടി വെള്ളം ഒഴിക്കും. ഒന്നുകൂടി ഒഴിക്കണം.
ഇപ്പൊ സാധാരണ ഇപ്പൊ ഇത് ഇപ്പൊ എത്രയെന്ന് അളവ് അറിയില്ല. അതുകൊണ്ട് ഒരു കപ്പ് കഴിച്ചു. ഒരു കപ്പ് കഴിച്ച് നോക്കിയിട്ട് ഇത് പോരാന്നാ പറയണത്. ഇപ്പൊ ഒന്നും കൂടി നമ്മൾ കുടിക്കാൻ പോവാണ്. ഒന്നുകൂടി കഴിക്കട്ടാ അമ്പു. ഉം. ഇത് ഒഴിച്ചിട്ടുണ്ട്. മാക്സിമം ഉപ്പിട്ടോ? ഇതാണ് അളവ്. ഉപ്പിട്ടാണ് ഏഴുന്നൂറ് ഉപ്പിടും. ഇതിപ്പോ നമ്മളോട് നോക്കുന്ന സമയത്ത് ഉപ്പുണ്ടാ നോക്കുക. ഉപ്പ് കൊണ്ട് തീരിയില്ല. അസുഖമാണ് പറഞ്ഞാൽ നമ്മൾ ഉപ്പേ തീരിയിട്ടിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കൊണ്ട് ഉപ്പിടാൻ പോവാണ്. അമ്മ അതിന് തിളയ്ക്കുമ്പോ നോക്കിച്ചത്. മാക്സിമം ഉപ്പിടുണ്ട്. ഇനിയിപ്പോ തിളച്ച് വരുമ്പോ സമയത്ത് നമ്മ ഇട്ട് വെച്ച് നേരത്തെ വെള്ളത്തിൽ ഇട്ട് ഊറി വെച്ച പച്ചരി നമ്മൾ അതിലോട്ട് കൂട്ടുക. അതോടെ കഴിഞ്ഞാൽ പള്ളിക്കഞ്ഞി ഏകദേശം റെഡി ആയി. ഇത് ഇത് കണ്ട ഇപ്പൊ കൊണ്ട് നമ്മുടെ മറ്റേ എല്ലാ മസാലയും കൂട്ടിച്ച് എല്ലാ മസാലയും നമ്മുടെ എല്ലാം റെഡി ആയിട്ട് വന്നിട്ട് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരി വന്നിട്ട് മാറ്റി വെച്ചത് ഉള്ളതുകൊണ്ട് ഇതാ പുക പുക വരുന്നുണ്ടോ? ഇത് പുക പുക കൊണ്ട് നമ്മുടെ വലിയ അടുപ്പായത് കൊണ്ട് അപ്പുറത്ത് ഒരു വിറകടുപ്പുണ്ട്. വിറകടുപ്പിന്ന് വരുന്ന പുകയാണിത്. അതുകൊണ്ട് ഇത് ഹിമാലയത്തിലും മറ്റേ ഊട്ടിയിലും ഒന്നല്ല ഇരിക്കണത്. അവിടെ കുറച്ച് സ്ലോ ആക്കിയിട്ട് നമ്മൾ ഇപ്പൊ അരിയിടാൻ പോവാണ്. വെള്ളം വെള്ളം കൂടിയാലും കുഴപ്പമില്ല, വെള്ളം കുറയാൻ പാടില്ല. വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ ഇപ്പൊ എന്താ പറയാ ബിരിയാണി ആയി പോകും. അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. വെള്ളം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് വലിയ ഏകദേശം ഏകദേശം നമ്മളിപ്പോ നല്ലപോലെ തിളച്ച് വരുന്നതാണ്. ഇതിപ്പോ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഏറ്റവും വലിയ ടേസ്റ്റ് വരുന്നത് എന്തുകൊണ്ടാ പറഞ്ഞാൽ നമ്മുടെ പുതിന ഇലയും മല്ലി ഇലയും കറിവേപ്പിലയും അങ്ങനെയുള്ളത് കൊണ്ടാണ് നമുക്ക് ടേസ്റ്റ് വരുന്നത്. ഞാൻ എന്താ ചോദിച്ചു പറഞ്ഞാൽ ഞാൻ കൂടുതലല്ലേ പുതിന ഇല കൊണ്ട് ചോദിച്ചു. ഈ മണം വരാൻ വേണം പറഞ്ഞാൽ നമുക്ക് പുതിന ഇലയും എല്ലാം വേണം. നമുക്കിത് കുറച്ചു നേരം നമുക്ക് സ്ലോവിൽ വെക്കുക. സ്ലോവിലല്ല, ഇത്തിരി സ്പീഡ് കൂട്ടി വെക്കുക. അരി എല്ലാം ഇട്ടിട്ടുണ്ട്. അരി എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിന് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയുള്ള ചെറിയൊരു പൊടിക്കൈയാണ്. പൊടിക്കൈ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തേങ്ങയില്ല, തേങ്ങ നമ്മുടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മേലെ കൊണ്ട് വിതറായിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് അതെന്താ തിളച്ച് വന്നിട്ട് ഇടാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. തിളച്ചുകൊണ്ട് നമുക്ക് ഇടാം. വെന്തതിന് ശേഷം സോറി, വെന്തതിന് ശേഷം നമുക്ക് ഇടാം. അല്ല, അത് അങ്ങോട്ട് എടുക്കേണ്ടി ചേച്ചിട്ട്. ഇതിപ്പോ പൊതുവെ ഒരു എന്താ പറയുക സംസാരമുണ്ട്, തേങ്ങ തിന്നു കഴിഞ്ഞാൽ നിന്റെ കല്യാണത്തില് മഴ പെയ്യുമ്പോണ്ട് ഒരു പൊതുവെ ഒരു സംസാരമുണ്ട്. ഈ കൊല്ലത്ത് മഴ പെയ്യുന്നുള്ള ഒരു ചാൻസും ഇല്ല, നടക്കാനും പോണില്ല. കണ്ടറിയാം നമുക്ക് മഴ പെയ്യോ പെയ്യോ. ഇനിയിപ്പോ ഏകദേശം ആയിട്ടുണ്ട്. നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. തിളച്ചു വന്ന സമയത്ത് അവസാനം വന്നിട്ട് കഞ്ഞി ഇറക്കാൻ പോണ സമയത്ത് വന്ന് ഇടേണ്ടതാണ് നമ്മുടെ തേങ്ങ തേങ്ങ ചിരകിയത്. തേങ്ങ ചിരകിയിട്ട് നമ്മൾ മേലെ ഇങ്ങനെ ഇടുക. ഇട്ട് കഴിഞ്ഞ സമയത്ത് അതിനൊരു ടേസ്റ്റ് വേറെ ലെവലാണ്. അത് നല്ലപോലെ നമ്മൾ ഇടുക. സംഭവം ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞ റെസിപ്പി എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം മറ്റേ ബിരിയാണി വെക്കില്ലേ, സംഭവം അത് തന്നെയാണ്. കുറച്ചിത്തിരി വെള്ളം കൂട്ടി കഴിഞ്ഞാൽ ഇതായി തേങ്ങ ബിരിയാണി. നല്ലപോലെ തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് അതിന്റെ ഒരു മണം വരുന്ന ഒരു പച്ചമണം പോണ വരുന്നത് നമ്മൾ തന്നെ നല്ല ഇളക്കുക. ഇളക്കി കഴിഞ്ഞാൽ ഒരു ഇതാണോ കാണിച്ചു തരുക. ശരിക്കും ഒരു കഞ്ഞിന്റെ ഒരു ഫീൽ കിട്ടും. ഇത് സംഭവം കൊണ്ട് നമ്മളോട് എന്താ പറയുക കുക്കറിൽ വെച്ചത് കൊണ്ട് എന്താണ് വെള്ളം നമുക്ക് കൂടുതൽ ഒഴിക്കാൻ പറ്റില്ല. കാരണം അരി കുറച്ചിത്തിരി കൂടിപ്പോയത് കൊണ്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മുടെ പള്ളിയിലേക്ക് കിട്ടുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വെള്ളം ഒഴിച്ചാണ് കിട്ടുന്നത്. ഇത് നമ്മൾ വീട്ടിൽ വെച്ചതുകൊണ്ട് നമുക്ക് ഇത്തിരി കഴിക്കണം, എല്ലാവർക്കും കഴിക്കണം, തിക്കായിട്ട് കഴിക്കണം എന്നുകൊണ്ടാണ് ഇത് കിട്ടുന്നത്. ഈ പള്ളിക്കഞ്ഞിൽ കുടിക്കാത്തവര് ആരും ഇല്ല അതിൽ. പൊതുവെ എല്ലാരും കുടിച്ചിട്ട് അതിന് ടേസ്റ്റ് പറയാം. റെസിപ്പി വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത്. വാവ്, എന്താണ് പറഞ്ഞാൽ ഇതിലുകൊണ്ട് ചേച്ചി ഇത് എത്രയാണ് ലിറ്റർ? 1.5. 1.5 ലിറ്റർ ആണ്. 1.5 ലിറ്ററിൽ നമ്മൾ അതുകൊണ്ടാണ് ഇത്തിരി കൂടിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഇനി അടുത്തതിൽ നമുക്ക് കുറച്ച് കമ്മിയാക്കാം. എന്തായാലും ഞാൻ എന്തായാലും സാമ്പിൾ നോക്കാം. ചൂടുണ്ട്.
വേറെ ചൂടാണ്